ടേസ്റ്റിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ചെമ്മീൻ ബിരിയാണി പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പോൾ ഏലക്ക, പട്ട, ഗ്രാമ്പു, കുറച്ച് കാഷ്നട്ട്, കുരുമുളക് തുടങ്ങിയ സ്പൈസസ് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 2 വലിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, 3 പച്ചമുളക്, 1 സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. സവാള നല്ലതുപോലെ വഴന്നു വന്നതിന് ശേഷം വേണം തക്കാളി ചേർത്ത് കൊടുക്കാനായിട്ട്. മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളിയും കൂടെ സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ബിരിയാണി മസാലയും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കുക. 1.5 കപ്പ് ബസ്മതി റൈസിന് അതേ അളവിൽ തന്നെ 1.5 കപ്പ് ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ബസ്മതി റൈസ് 30 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം. ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ആദ്യ വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈസി ചെമ്മീൻ ബിരിയാണി റെഡി.